ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. നന്ദന പ്രതാപനോട് പറയുക, വല്യമ്മാവ അവിടുന്ന് നിന്നേ. എനിക്ക് വല്യമ്മാവൻ്റെ സ്നേഹക്കുറവോ ബഹുമാനക്കുറവോ ഒന്നുമില്ല. പിന്നെ വല്യമ്മാവൻ്റെ മുഖത്ത് കാണുന്ന ഈ സങ്കടം ഉണ്ടല്ലോ, അത് ഞാൻ കുറേ കാണാൻ ആഗ്രഹിച്ചതാ. നിങ്ങളുടെ മുഖത്തിപ്പോൾ സങ്കടം തുടങ്ങിയിട്ടേ ഉള്ളൂ. സങ്കടത്തിൻ്റെ ഒരു ഘോഷയാത്രയാ ഇനി വരാൻ പോകുന്നത്. ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല കേട്ടോ, വല്യമ്മാവനായിട്ട് വരുത്തി വെച്ചതാ. എന്താണെന്നറിയില്ലേ, എൻ്റെ അച്ഛനെ ജയിലിലാക്കിയതിൻ്റെ ശിക്ഷ അത് വല്യമാവൻ അനുഭവിച്ചല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാനുണ്ടല്ലോ അനുഭവിപ്പിക്കും. അംബികയും ദീപക്കും ഋതികയെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക. ഋതികയ്ക്കാന്നെ അവിടെ അച്ഛനെ പറഞ്ഞാൽ സഹിക്കുവോ? എടി, നീ എന്തുവാടി പറഞ്ഞത്? നീ അതിര് കടന്ന് സംസാരിക്കുക. നിനക്ക് എൻ്റെ അച്ഛനെ സങ്കടപ്പെടുത്താൻ കഴിയുമോടി? എന്താടി, നിനക്ക് ചെവി കേട്ടൂടെ? ഞാൻ പറഞ്ഞു ഒന്നും നീ കേട്ടില്ലേ? എൻ്റെ അച്ഛനെ ജയിലിലാക്കിയതിന് അതിനുള്ള ശിക്ഷ ഈ മനുഷ്യൻ അനുഭവിക്കുമെന്ന്. നിനക്കെന്താ മനസ്സിലായില്ലേ? ഞാനും എല്ലാം നഷ്ടപ്പെട്ട് വട്ടപൂജ്യമായി നിൽക്കുന്ന ഈ വല്യമ്മാവനുണ്ടല്ലോ, ഇദ്ദേഹവും തമ്മിലുള്ള ഡീലാണ്. എടി നന്ദനെ, നിന്റെ ഈ അഹങ്കാരത്തിനുണ്ടല്ലോ ഒരിക്കൽ നീ പശ്ചാത്തപിക്കും. ഇത് പറയുന്നത് ഋതികയാ. അഹങ്കാരം ഉടലെടുത്ത ആ നന്ദന പറയുക, അവളുടെ ഒരു പ്രവചനവും കൊണ്ട് വന്നേക്കുന്നു. എന്റെ ഭാവി പ്രവചിക്കാനേ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണമടി. അധികാരത്തോടെ ദീപുവിനോട്, ദീപു വണ്ടിയെടുക്ക്. അനുസരണയുള്ള നായ്ക്കുട്ടി തന്റെ വാലാട്ടി പോകുന്നുണ്ട് വണ്ടിയെടുക്കാനായിട്ട്. കൂടെ ആ ബ്രോക്കറും പോകുന്നു. എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാനുണ്ട് അച്ഛാ. അച്ഛൻ്റെ ഋതിക മോളുണ്ട്. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. ഇതൊക്കെ ഇങ്ങനെ അംബിക ഇങ്ങനെ നോക്കി കാണുക. ഇപ്പോഴെങ്കിലും മഹാഭാവി അംബികയെ നീ സത്യം തുറന്നു പറയടി. സ്വത്തുമോഹവും അധികാരമോഹവും മോഹിച്ച് പ്രതാപ നിന്റെ കുടുംബജീവിതം തകർത്തതും ഋതികയുടെ ജീവിതം ഇങ്ങനെ ആക്കിയത് ഞാൻ ഒരുത്തിയാണെന്ന് പറയില്ല. ഒരിക്കലും ഈ അംബിക പറയില്ല. ചെകുത്താന്റെ ജന്മമാണ്, കാണ്ടാമൃഗത്തിന്റെ തോലുള്ള ചെകുത്താന്റെ ജന്മം. പ്രതാപൻ ഋതികയെ സമാധാനപ്പെടുത്തുക. മോൾ ഇതൊന്നും കണ്ട് സങ്കടപ്പെടേണ്ട, ഒന്നും സാരമില്ല മോളെ. തൊണ്ടയിടറി കരഞ്ഞുകൊണ്ട് പ്രതാപൻ പറയുക, അച്ഛൻ ഒരു വിഷമവും ഇല്ല. ജീവിതത്തിൽ എപ്പോഴും നല്ല വാക്കുകൾ മാത്രം കേൾക്കണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ പാഠങ്ങളാ. എപ്പോഴെങ്കിലും പഠിച്ചോ പ്രതാപ? നീ പഠിച്ച യാതൊരു ലക്ഷണവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. രാധമ്മയും പ്രിയയും അണിഞ്ഞൊരുങ്ങുവാണ്. നല്ല ഒന്നാന്തരം ഒരു സാരി എടുത്തിട്ട് പ്രിയ പറയുന്നു, എൻ്റെ അമ്മ ഇന്ന് ഈ സാരി വേണം കൊടുക്കാൻ. അയ്യോ, അത് വേണ്ട മോളെ, ഇത്രയും പകിട്ടുള്ള സാരി ഒന്നും അമ്മയ്ക്ക് വേണ്ട. പറ്റില്ല, അമ്മ ഇത് ഉടുത്തേ പറ്റൂ. ഈ മൂത്ത മകളായ ഞാനേ പാഴായിട്ടുള്ളു. അയ്യോ, നീ പാഴാണെന്ന് ആര് പറഞ്ഞു? നീ ആ വീടിന്റെ പണിയൊക്കെ തീർത്തില്ലേ? ഇനി നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് രാജു തരും. അമ്മേ, അപ്പോൾ ഞാൻ പേട്ടുതേങ്ങായി ഒന്നും അല്ലില്ലേ? അമ്മയുടെ 3 മക്കളും ഇപ്പൊ നല്ല പൊസിഷനിലാ. അതുകൊണ്ട് എൻ്റെ അമ്മ ഈ വില കൂടിയ പട്ടുസാരി ഉടുത്തേ പറ്റൂ. എൻ്റെ അമ്മ ഇത് ഉടുക്കണം. എനിക്കറിയാമേ, അമ്മയ്ക്ക് ഇത്രയും വില കൂടിയ സാരിയൊക്കെ ഉടുക്കണമെന്നും സുന്ദരിയായിട്ട് ഒരുങ്ങി നടക്കണമെന്നും ഒക്കെ മനസ്സിലാഗ്രഹമുണ്ട്. ഒന്ന് പോടി പെണ്ണെ കളിയാക്കാൻ. അമ്മയെ വേണ്ട, ഞാൻ ആരാന്നറിയാലോ. തരികടയുടെ ഉസ്താദായ ജയന്റെ ഭാര്യയാ. വേണുവേട്ടൻ നല്ല അടിപൊളി ഡ്രസ്സില് ഒരു നല്ല സെറ്റിയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. പ്രിയ പറയുന്നു, അല്ല ഇതാര് കല്യാണച്ചക്കനോ? അച്ഛാ, അച്ഛൻ കലക്കിയിട്ടുണ്ട് കേട്ടോ. എടീ പ്രിയേ മോളെ, വെറും വെയിറ്റിലോട്ടിട്ട് ഊതല്ലേ. അച്ഛാ, സത്യം പറഞ്ഞ അച്ഛനെ ഇപ്പൊ കണ്ട ഒരു 40-45 അതിൽ കൂടുതൽ തോന്നില്ല അച്ഛാ. അയ്യോ, അത് പറ്റില്ല, കുറച്ചുകൂടെ കൂട്ട്. അങ്ങനെ ലാസ്റ്റ് കൂട്ടിച്ച് 60-65 എത്തിച്ച് പ്രിയയെ കൊണ്ട് വേണുവേട്ടൻ്റെ വയസ്സ്. ഈ ലെവൽ അങ്ങോട്ട് നിർത്തിക്കട്ടെ. അതായത് കൂടിയാലും കുറഞ്ഞാലും ആർക്കും ഒരു കുഴപ്പമില്ല. അമ്മ ഇതിനിടയ്ക്ക് ആ ഋതികയുടെ വിവരം വല്ലതും അറിഞ്ഞോ? ദേഷ്യത്തോടെ നമ്മുടെ രാധമ്മ, ഋതിക നീ മിണ്ടിപ്പോകരുത്. എനിക്ക് ആ പേര് കേൾക്കുമ്പോഴേ അടിമുടി വിറയ്ക്കാൻ തുടങ്ങും. ഋതിക വർമ്മ. ഈ നാശങ്ങളെയൊക്കെ ഞാൻ എന്നേ മറന്നതാ. എൻ്റെ മോൻ്റെ ജീവിതത്തിന്റെ പകുതി ഭാഗവും തകർത്തെറിഞ്ഞത് അവരാ. അയ്യോ എൻ്റെ അമ്മയെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിച്ചതല്ലേ. എനിക്കവിടെ കാര്യം കേൾക്കുന്നതേ ദേഷ്യ. പക്ഷെ വേണുവേട്ടൻ്റെ മുഖത്ത് നല്ല സങ്കടമുണ്ട്. അത് ഓർക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോകും അമ്മേ. എടി പ്രിയ, നീ ആ വിഷയം ഒന്ന് വിട്ടെ, നമുക്ക് വേറെ വല്ല കാര്യവും സംസാരിക്കാം. ഇളയ മകളല്ലേ ശ്രീലക്ഷ്മി? അതെ. ആ കുട്ടി ഇൻകം ടാക്സ് ഓഫീസർ അല്ലേ? അതെ. മോള് ഹോസ്റ്റലിലാ താമസിക്കുന്നത്. അയ്യോ എൻ്റെ ദൈവമേ, എൻ്റെ പ്രതീക്ഷ തെറ്റിയല്ലോ. പ്രതീക്ഷ തെറ്റിയിട്ട് ഒന്നുമില്ല ഗിരിജ എന്താന്ന് വെച്ചാൽ കാര്യം പറ. വേണുമാഷിന്റെ മകൻ ഗൾഫിലല്ലേ? എന്നാ വരുന്നത്? 2 ദിവസം കഴിഞ്ഞ് വരും. എൻ്റെ മകന്റെ ഒരു പ്രശ്നമാ വേണുമാഷേ. എൻ്റെ മോന്റെ ഒരു വൃക്ക തകരാറിലായി, അത് മാറ്റി വെക്കണം. അതിനൊരുപാട് പൈസ ചെലവുണ്ട്. ഞാൻ പലരോടും സഹായം ചോദിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടും വന്നത്. ഗിരിജ വിഷമിക്കാതെ, എല്ലാം നടക്കും എന്നിങ്ങനെ വേണുവേട്ടൻ വാക്ക് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാശ് ഞാൻ ഇപ്പം തരാം. പിന്നീട് പോരായിക വരികയാണെങ്കിൽ അത് നമുക്ക് പിന്നീട് നോക്കാം. മകന്റെ കാര്യത്തിൽ പണം തികയാതെ വന്നാൽ എൻ്റെ അടുത്ത് വരാൻ മടിക്കണ്ട. എൻ്റെ ദൈവമേ, ഞാൻ എങ്ങനെയാ മാഷ ഇതിനൊക്കെ നന്ദി പറയേണ്ടത്?
എന്തിന്, ഞാൻ ഇതിനൊക്കെ നന്ദി പറഞ്ഞു കഴിഞ്ഞു എന്നിങ്ങനെ വേണുവേട്ടൻ പറയുക. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞല്ലോ, ദൈവമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതാ. വേണുവേട്ടന് ആ പൈസ കൊടുത്തത് ഒന്നും പ്രിയയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അവളെ പണ്ടും അങ്ങനെ തന്നെയാണല്ലോ, എത്ര കിട്ടിയാലും അവൾക്ക് മതി വരില്ല. കുറച്ചൊക്കെ അംബികയുടെ കെട്ട സ്വഭാവം ഇവക്കുമുണ്ട്. പക്ഷെ രാധമ്മയ്ക്ക് വലിയ സ്വഭാവമാറ്റമൊന്നും വന്നില്ല. പിച്ചക്കാരനെ കോട്ടിടിപ്പിച്ചതുപോലെ വന്നിരിക്കുന്നവരൊക്കെ പരസ്പരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എപ്പോഴാ ഫംഗ്ഷൻ തുടങ്ങുന്നതെന്ന് ചോദിക്കുന്നു. 10:30 ആകുമെന്നൊക്കെ ഒരാൾ പറയുന്നുണ്ട്. RVM ഇപ്പോൾ ഓൺ ദ വേ ആണ് എന്നിങ്ങനെ പറയുന്നു. ആരായിരിക്കും RVM? അങ്ങനെ അനൗൺസ്മെന്റ് മുഴങ്ങുവാണ്. നമ്മുടെ ഫംഗ്ഷൻ കൃത്യം 10:30 ഫോറിൻ കൺട്രീസിലെ ഇത്തവണത്തെ ബിസിനസ് ഐക്കോണായ ശ്രീ RVMനെ സ്വീകരിക്കുന്ന ചടങ്ങാണിത്. അദ്ദേഹം കൃത്യം 10:30 തന്നെ ഇവിടെ എത്തും. ഇല്ല, അങ്ങനെ കുട്ടിക്കുരങ്ങനെ വേഷം കെട്ടിച്ച് തണ്ട് കൊണ്ടുവന്ന് കൂടെ നിർത്തിയിട്ടുണ്ട് ദീപക്കിനെ. നന്ദന ചോദിക്കുന്നു, RVM വന്നില്ലേ? കൃത്യം 10:30 വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ട്, എന്റെ ആ ഫ്ലാറ്റിൽ RVM എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ദീപക് ഇങ്ങനെ അതിശയത്തോടെ നോക്കുക. ഒരൊന്നൊന്നര തള്ളാണല്ലോ ഇവള് തള്ളുന്നത്. നല്ല ഇടപാടുകളുണ്ടല്ലോ. അതൊക്കെ എൻ്റെ അച്ഛനായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്ന ഇടപാടുകളാ. അല്ലെങ്കിൽ കോടീശ്വരന്മാരായ ബിസിനസ്സുകാർ മാത്രം പങ്കെടുക്കുന്ന മേഡത്തിന്റെ പ്രശസ്തി അതൊന്നും അല്ല. അയാൾ എല്ലാ അർത്ഥത്തിലും തകർന്നടിഞ്ഞപ്പോൾ മരുമകൾ അയാളെ കൈപിടിച്ചുയർത്തിയില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവളപ്പോൾ വെളിയിൽ പ്രചരിപ്പിച്ചിരിക്കുന്ന നുണകൾ. ഇപ്പൊ ഇവള് മാത്രമല്ല, ഇതിനകത്ത് മൊത്തം തള്ളുകാരാ. അത്രേ ഞാൻ ചെയ്തുള്ളൂ. എന്തായാലും തകർന്നുപോയ ഫാമിലിയെ മേഡം കൈപിടിച്ചുയർത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് പോലും ഞാൻ അതൊന്നും ഓർത്തില്ല. ഈ പരോപകാരം എന്ന് പറയുന്നത് എൻ്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള. മേഡം ആ വീട് വിൽക്കാൻ പോവാണെന്ന് കേട്ടല്ലോ. അതെ, വിൽക്കാൻ പോവാണ്. അതെ, ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലേ അത്? ആ വീട് വിൽക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ പുതിയൊരു വീട് വാങ്ങുന്നുമുണ്ട്. ഇതൊന്നും അറിയാതെ ഋതിക താൻ്റെ ആ തയ്യൽ കടയിലിരുന്ന് തയ്ക്കുവാണ്. അപ്പോൾ അതിന്റെ മാനേജർ വന്നിട്ട് പറയുന്ന, എല്ലാരും ജോലിയൊന്ന് നിർത്തിക്കേ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരു സാഡ് ന്യൂസ് ആണ്. എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ അതിജീവിക്കുമെന്നുള്ള വിശ്വാസത്തോടെ എല്ലാവരും ഈ കാര്യം ഒന്ന് കേൾക്കണം. എന്തോ വലിയ ബോംബ് പൊട്ടിക്കാനാണെന്ന് തോന്നുന്നല്ലോ. ഋതിക പറയും, അതായത് നമ്മുടെ സ്റ്റിച്ചിങ് കമ്പനി മറ്റൊരു മാനേജ്മെന്റ് ടേക്ക് ഓവർ ചെയ്തു. വിദേശത്തു നിന്ന് വന്ന മലയാളിയായ ഒരു കോടീശ്വരനാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ മുതലാളിയുടെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി. ഋതിക ആകെ സങ്കടത്തിലായി. എന്റെ ദൈവമേ, ചതിച്ചോ? ഇത്രയും വലിയ കമ്പനിയുമായി നമ്മുടെ കമ്പനിയെ ചേർക്കുന്നത് കൊണ്ട് നമ്മുടെയൊക്കെ കാര്യത്തിൽ ഇനി ഒരു പ്രതീക്ഷയും വേണ്ട. അവരവിടെ ഡിസൈനിങ് പഠിച്ച വളരെ എക്സ്പീരിയൻസ് ഉള്ളവരെ ആയിരിക്കും അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാവരുടെയും എന്റെയും ജോലി പോകാൻ സാധ്യതയുണ്ട്. മാനേജ്മെന്റ് എന്നെ അറിയിക്കാൻ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചു. നിങ്ങളെക്കാളൊക്കെ ഏറെ കഷ്ടമാണ് എന്റെ സ്ഥിതി. ഋതിക ഹൃദയം പൊട്ടി പറയാ, ദൈവമേ, അപ്പൊ എന്റെ സ്ഥിതിയോ? വേണുവേട്ടനും രാധമ്മയും പ്രിയയും ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അവരൊരു വലിയൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന പോലെ തോന്നുന്നു. കണ്ടിട്ടൊരു വലിയ പരിപാടിയാണെന്ന് തോന്നുന്നല്ലോ അച്ഛാ എന്നിങ്ങനെ പ്രിയ പറയുക. അയ്യോ അച്ഛാ, നമ്മൾ ഗിഫ്റ്റൊന്നും വാങ്ങിയില്ലല്ലോ. അതൊന്നും വേണ്ട, ഗിഫ്റ്റൊക്കെ ഇങ്ങോട്ടാ തരുന്നത് എന്നിങ്ങനെ വേണുവേട്ടൻ പറയുക. എന്നിട്ട് അവരെല്ലാവരുടെ മുകളിലോട്ട് ഇങ്ങനെ വരിക. ആ സമയത്ത് നല്ല ദീപക്ക് വേണുവേട്ടനെയും രാധമ്മയും പ്രിയയും കണ്ട്, നന്ദു അങ്ങോട്ട് നോക്കിക്കേ, ആ വരുന്ന ആരൊക്കെയാന്ന്. അയ്യേ, ഈ യൂസ്ലെസ്സുകൾ ഇവിടെയും വന്നു. കൾച്ചർലെസ് ഫാമിലി. ഈ തറകളെയൊക്കെ ആര് വിളിക്കാനാ നന്ദു? എന്തായാലും ദീപു അങ്ങോട്ട് ചെന്ന് ചോദിക്കും. കാര്യം എന്താണെന്ന് അറിയാലോ. പിന്നെ ദീപു അടിക്കാനും ഒന്നും പോകണ്ട കേട്ടോ. രാധമ്മ ദീപക്കനെ കണ്ട്, നോക്ക് വേണുവേട്ട, അവന്റെ വരവ് കണ്ടോ? പണ്ടത്തേനേക്കാളും ദേഷ്യത്തിലാണല്ലോ അവന്റെ വരവ്. മുട്ടം വഴക്കിനുള്ള വരവാണെന്ന് തോന്നുന്നു. രാധമ്മേ, അവൻ എന്ത് പ്രകോപനം വേണമെങ്കിലും കാണിച്ചോട്ടെ, നമ്മളായിട്ട് ഒന്നിനും പോകരുത്. നമ്മളെ ഇങ്ങോട്ട് വിളിപ്പിച്ച ആളെ നമ്മൾ മാനിക്കണം. ദീപക് അങ്ങോട്ട് വന്നിട്ട്, അത് ശരി, നിങ്ങളൊക്കെ ഇപ്പോഴും ജീവനോടുണ്ടോ? എന്താ നിങ്ങളിവിടെ? ഞാൻ വിചാരിച്ച് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് നിങ്ങളെല്ലാവരും ഒലിച്ചു പോയിട്ടുണ്ടാകുമെന്ന്. ദീപക്കെ, വർമ്മ സാറിന് എങ്ങനെയുണ്ട്? എന്തൊക്കെയുണ്ട് വിശേഷം എന്നിങ്ങനെ വേണുവേട്ടൻ ചോദിക്കുമ്പോൾ, വർമ്മ സാറോ? അയാൾ വീട്ടിലും നാട്ടിലും നശിച്ച് നാണം കെട്ട് വീടിൻ്റെ ഒരു മൂലയിൽ ഇരിപ്പുണ്ട്. നീ എന്താ ഇവിടെ? അത് കൊള്ളാം, ഞാനും എൻ്റെ ഭാര്യയുണ്ട്. ഇവിടെ വലിയ പണക്കാർ വരുന്ന സ്ഥലവാ. നിങ്ങൾ ബിസിനസ്സുകാരല്ലേ, അതുകൊണ്ട് ക്ഷണിക്കപ്പെട്ട അതിഥികളാ. അതൊക്കെ പോട്ടെ, നിങ്ങളെന്താ ഇവിടെ? വേണുവേട്ടൻ പറയാം, ഞങ്ങൾക്ക് ഇൻവിറ്റേഷനുള്ള ഫംഗ്ഷന്. ഇൻവിറ്റേഷനോ? നിങ്ങൾക്കോ? ഈ നൂറ്റാണ്ടിൽ കേട്ട ഏറ്റവും വലിയ തമാശയായത്. ഈ സിറ്റിയിലുള്ള വളരെ റിച്ച് ആയിട്ടുള്ള ബിസിനസ്സുകാർ പങ്കെടുക്കുന്ന ഫംഗ്ഷനില് കച്ചടകളായ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഉണ്ടെന്നോ? എല്ലാവരെയും നോക്കിയിട്ട് ദീപക് പറയാം, ഒരു വലിയ തമാശയാണ്, നിങ്ങൾക്കൊക്കെ ചിരിക്കാനുള്ള വകയുണ്ട്. അവിടെ നിൽക്കുന്നവരോട് ചോദിക്കുന്നു, ഇവരെ ആരെയെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഉഡായിപ്പന്റെ ഉസ്താദുകളാ നിങ്ങൾ.
പ്രിയ വിടുവോ? എടാ മര്യാദകേട് പറയരുത്. വേണുവേട്ടൻ പറയാം. മോളെ അവൻ പറയട്ടെ, ഇവൻ എത്ര നേരം പറയുമെന്ന് നോക്കട്ടെ. എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാകുമല്ലോ. അഹങ്കാരി നന്ദനെ അങ്ങോട്ട് വന്നിട്ട് ഇടാണ്ടേ എടാ പോടാന്നുള്ള വിളിയൊക്കെ അവസാനിപ്പിച്ചേക്കണം. സംസ്കാരമില്ലാത്ത ആൾക്കാരാന്ന് അറിയാം. ഞങ്ങൾ വേണമെങ്കിൽ പോലീസിനെ വിളിക്കും. അപ്പൊ അവിടെ നിൽക്കുന്ന ഒരാൾ ചോദിക്കും, എന്തിനാ ദീപക്കെ ഈ സാധുക്കളോട് നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത്? ഇവര് ഹോളിൽ കയറി വന്ന ഫംഗ്ഷന് തടസ്സമൊന്നും ചെയ്തില്ലല്ലോ. കണ്ടാലറിയാം ഇവര് പാവങ്ങളാണെന്ന്. മാന്യമായിട്ട് പറഞ്ഞാൽ അവരങ്ങ് പൊയ്ക്കോളും. മഹായോഗ്യതയായ നന്ദനെ പറയാം, എന്റെ ഹസ്ബൻഡിന്റെ അമ്മാവന്റെ മകളെ കെട്ടി ആ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാൻ നോക്കിയവരവര്. കള്ളക്കൂട്ടങ്ങളാ. തക്കം കിട്ടിയാലേ ഇവിടുന്ന് വല്ല മോഷ്ടിച്ചോണ്ട് പൊക്കളയും. അണ്ടേ തോന്നിയവാസം പറഞ്ഞാൽ നീ ക്ഷമിക്കത്തില്ല കേട്ടോ. പ്രിയ പറയാ. അപ്പോൾ അവിടെ നിൽക്കുന്നവർ ചോദിക്കും, സത്യത്തിൽ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? വേണുവേട്ടൻ പറയാം, സാറേ ഞാൻ പറയാം. അപ്പോഴേക്കും ദീപക് പറയാം, അയ്യോ ഇവര് പിച്ചക്കാരെക്കാളും കേവലമാ. ഇവരെ ഡ്രസ്സ് കണ്ടില്ലേ? ഇതൊക്കെ വാടകയ്ക്ക് എടുത്തോണ്ട് വന്നതാ. നല്ല നല്ല വലിയ ഫംഗ്ഷനുകളിൽ പോയി ഇതുപോലെ ഡ്രസ്സ് വാടകയ്ക്ക് എടുത്തോണ്ട് പോയി അവിടെ ചെന്ന് ഫുഡ് അടിക്കലാണ് ഇവരുടെ പരിപാടി. ഈ പട്ടുസാരിക്കൊക്കെ എത്ര കൊടുത്ത് വാടക? രാധമ്മ പറയാം, ഫംഗ്ഷന് വരുന്നവരെ അപമാനിക്കരുത്. ദാണ്ടെ ഇവൻ പറയുന്ന പോലുള്ള ആളുകളൊന്നും അല്ല ഞങ്ങൾ ആരാണെന്ന് പറഞ്ഞാൽ ഇത്രയും പറയുമ്പോൾ പെട്ടെന്ന് വേണുവേട്ടൻ രാധേ എന്നിങ്ങനെ വാണിംഗ് കൊടുക്കുന്നുണ്ട്. നമ്മളെക്കുറിച്ച് നമ്മളല്ല പറയേണ്ടത്. നമ്മളെ ക്ഷണിച്ച് വരുത്തിയവരുണ്ടല്ലോ അവരതിനുള്ള മറുപടി പറഞ്ഞോളും. എന്തോ ഒരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് വേണുവേട്ടൻ. അത് കൊള്ളാമല്ലോ, നിങ്ങളെ ക്ഷണിച്ചു വരുത്തിയെന്ന്. പിന്നെ എന്താടാ അതിന് സംശയം? ഉടനെ നന്ദന, എന്നാലൊരു കാര്യം ചെയ്ത് ആ ഇൻവിറ്റേഷൻ ഇങ്ങോട്ട് തന്നേ. ഞങ്ങൾക്ക് ഇവിടെ വരാൻ ഇൻവിറ്റേഷൻ ഒന്നും വേണ്ട മാഡം. അത് കൊള്ളാം. നിങ്ങൾ കേട്ടില്ലേ? ഇത് തന്നെ നമ്പർ 1 കള്ളത്തരമല്ലേ? ഇതാ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത്, ഇത് കള്ള കൂട്ടങ്ങളാണെന്ന്. ലയൺസ് ക്ലബിലെയും റോട്ടറി ക്ലബിലെയും പ്രീമിയേഴ്സ് മെമ്പേഴ്സ് വരുന്ന സ്ഥലമാണിത്. കോടീശ്വരന്മാർ പങ്കെടുക്കുന്ന പരിപാടിയായത്. അതും ഒരു ഇന്റർനാഷണൽ ബിസിനസ്മാനെ അനുമോദിക്കുന്ന പരിപാടിയാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, അവിടെ വരാൻ പോകുന്ന VIP ആരാണ്? നമ്മുടെ രാജു, മിസ്റ്റർ രാജു വേണുഗോപാൽ. ഇത് നമ്മുടെ വേണുവേട്ടന് മാത്രമേ അറിയാവൂ. രാധമ്മയ്ക്കോ പ്രിയയ്ക്കോ അറിയില്ല. വേണുവേട്ടൻ ഇവരുടെയൊക്കെ അഹങ്കാരം കണ്ടിട്ട് ഒന്നും മിണ്ടാതിരിക്കുവാണ്. രാജു ഇങ്ങോട്ട് വന്നോട്ടെ, അപ്പോഴല്ലേ കാണാനിരിക്കുന്ന പൂരം. അപ്പോഴതാ നോക്കൂ, നമ്മുടെ രാജു വരുന്നുണ്ട്. ഇനി രാജു വന്നതിന് ശേഷമുള്ള റിവ്യൂ ദാണ്ട് ഞാൻ പുറകെ പറയുന്നുണ്ട്. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.